വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ പിക്കപ്പ് വാൻ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പോലീസുകാരനും ഭാര്യയും പ്രതികൾ. പത്തനംതിട്ട റാന്നി മന്ദിരം പടിയിലായിരുന്നു സംഭവം. ചിറ്റാർ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവർ റാഫിയും ഭാര്യ ഷീജയുമാണ് പ്രതികൾ. വീടിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് എന്നാണ് പ്രതികളുടെ വിശദീകരണം. അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഈ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഡ്രൈവർ പോവുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം, അതോ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല സംഘർഷം എന്ന നിലയ്ക്കായിരുന്നോ? അത് ഈ മാസം 4-ാം തീയതി വൈകുന്നേരം 3:45 കൂടിയാണ് സംഭവം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ റാന്നിക്ക് ഏറെക്കുറെ 2.5 കിലോമീറ്റർ മുൻപ് മന്ദിരംപടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഷട്ടിൽ കോർട്ട് എന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പാൻറ്റും ഷർട്ടും ധരിച്ചിട്ടുള്ള ആളാണ് കേസിലെ ഒന്നാമത്തെ പ്രതി. ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായിട്ടുള്ള റാഫി മീര. ചുരിദാർ ഇട്ടുകൊണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീജ റാഫിയാണ്. ചുരുക്കത്തിൽ ഈ ദൃശ്യങ്ങളുടെ ഇടത് സൈഡിൽ കാണാവുന്നത് റാഫി മീരയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. അവിടെ ഈ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ആണ് തർക്കമുണ്ടായിട്ടുള്ളത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറെക്കുറെ റാഫിയുടെ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സം വരാത്ത തരത്തിലായിരുന്നു പിക്കപ്പ് വാൻ്റെ പാർക്കിംഗ്. പക്ഷേ റാഫിയും ഭാര്യയും കൂടി വാഹനത്തിൻ്റെ ഡ്രൈവറോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അയാളെ വളരെ മോശമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. ചുരുക്കത്തിൽ വാഹനം തൻ്റെ വീടിൻ്റെ വഴിയിലേക്ക് അല്പം ഇറക്കി പാർക്ക് ചെയ്തു എന്നുള്ള വിഷയം മുൻനിർത്തിയാണ് തർക്കത്തിന്റെ തുടക്കം. പിന്നീട് റാഫി തന്നെ വിവരങ്ങൾ നൽകിയത്. ഇനി അത് എന്ത് തന്നെയാണ് എങ്കിലും അതിന് നടുറോഡിൽ വെച്ച് ആളുകളെ തല്ലുക എന്നുള്ളതല്ല പരിഹാരം എന്ന് മിനിമം തിരിച്ചറിയേണ്ടത് പോലീസുകാർ തന്നെയാണ്.